പ്രിയപ്പെട്ട കൂട്ടുകാരെ, പണ്ട് പണ്ട് ഒരു വലിയ കാടിന്റെ അരികിലായി മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ ആ കാട്ടിലൊരു കുറുക്കനുണ്ടായിരുന്നു. വെറുമൊരു കുറുക്കനല്ല, ആളു ഭയങ്കര കൗശലക്കാരനായിരുന്നു. രാത്രിയായി കഴിഞ്ഞാൽ ഗ്രാമവാസികളെല്ലാം നല്ല ഉറക്കത്തിലാകുമ്പോൾ ഈ കുറുക്കൻ പതുക്കെ കാടിറങ്ങി വരും. എന്നിട്ടോ നേരെ കോഴിക്കൂടുകളുടെ അടുത്തേക്ക് ചെല്ലും. ലബക് എന്നു പറഞ്ഞ് ഒരു കോഴിയെയോ ആടിനെയോ ഒക്കെ പിടികൂടി ഒറ്റ ഓട്ടം. കാട്ടിലിരുന്ന് ഇവനെ തിന്നുമ്പോൾ കുറുക്കൻ മനസ്സിൽ കരുതും, ഈ നാട്ടുകാരെ പറ്റിക്കാൻ എന്ത് എളുപ്പമാണ്. ദിവസവും മൃഗങ്ങളെ കാണാതാകുമ്പോൾ നാട്ടുകാരാകെ സങ്കടത്തിലായി. അവർ കുറുക്കനെ പിടിക്കാൻ ഉറച്ച തീരുമാനമെടുത്തു. ആദ്യം അവർ കാട്ടുവഴിയിൽ വലിയ കുഴികൾ കുഴിച്ച് അതിനു മുകളിൽ പുല്ലും ഇലകളും ഇട്ടു മൂടി. കുറുക്കൻ ഇതിൽ വീഴുമെന്നവർ കരുതി. പക്ഷേ നമ്മുടെ കുറുക്കൻ അത്ര പൊട്ടനല്ലായിരുന്നു. അവൻ ദൂരെ നിന്ന് തന്നെ മണ്ണിലെ മാറ്റം മണത്തറിഞ്ഞു. ഇതൊന്നും എന്നെ പിടിക്കാൻ കൊള്ളില്ല എന്ന് പരിഹസിച്ച് അവൻ വഴിമാറിപ്പോയി. അടുത്ത ദിവസം നാട്ടുകാർ വഴിയിലുടനീളം ഉണങ്ങിയ ഇലകളും മണികളും കെട്ടിത്തൂക്കി. കുറുക്കൻ നടന്നാൽ ശബ്ദം കേട്ട് പിടിക്കാമല്ലോ. പക്ഷേ കുറുക്കൻ എന്തു ചെയ്തുവെന്നറിയാമോ? അവൻ ഒച്ചയുണ്ടാക്കാതെ മരക്കൊമ്പുകളിലൂടെ ചാടിച്ചാടി ഗ്രാമത്തിലെത്തി. നാട്ടുകാർ വെച്ച ഇരുമ്പുകെണികൾക്ക് മുകളിൽ അവൻ കാഷ്ടിച്ചിട്ട് അവരെ കളിയാക്കി വീണ്ടും രക്ഷപ്പെട്ടു. അവൻ ഓരോ തവണയും തന്റെ ഭാഗ്യം കൊണ്ട് തടി തപ്പിക്കൊണ്ടേയിരുന്നു. പക്ഷേ കൂട്ടുകാരെ, കള്ളൻ എത്രനാൾ ഒളിച്ചിരിക്കും? ആ ഗ്രാമത്തിൽ കണ്ണൻ എന്നു പേരുള്ള മിടുക്കനായ ഒരു ചേട്ടനുണ്ടായിരുന്നു. കണ്ണൻ ഒരു സൂത്രപ്പണി ആലോചിച്ചു. അവൻ മരം കൊണ്ട് ഒരു വലിയ കൂടുണ്ടാക്കി. അതിനുള്ളിൽ കുറുക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല രുചിയുള്ള മണമുള്ള ഇറച്ചി കഷ്ണങ്ങൾ വെച്ചു. ആ കൂടിന്റെ വാതിൽ ഒരു ചെറിയ നൂലിലായിരുന്നു ബന്ധിപ്പിച്ചിരുന്നത്. അന്ന് രാത്രി കുറുക്കൻ വീണ്ടും വന്നു. ദൂരെ നിന്ന് തന്നെ ഇറച്ചിയുടെ മണം അവന്റെ മൂക്കിലടിച്ചു. കുറുക്കന്റെ വായിൽ വെള്ളം ഊറി. അവൻ മെല്ലെ കൂടിന്റെ അടുത്തേക്ക് നീങ്ങി. ഇതൊരു കെണിയാണോ? അവൻ സംശയിച്ചു. പക്ഷേ ഇറച്ചിയുടെ മണം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ പതുക്കെ കൂടിനുള്ളിലേക്ക് കയറി. ആ ഇറച്ചി കഷ്ണത്തിൽ ഒന്ന് തൊട്ടതേയുള്ളൂ. ടക്ക്! കൂടിന്റെ വാതിൽ പെട്ടെന്നടഞ്ഞു. കുറുക്കൻ ഞെട്ടിപ്പോയി. അവൻ പുറത്തു കടക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ നാട്ടുകാരെല്ലാം അവിടെ എത്തി. കൗശലക്കാരനായ കുറുക്കൻ കുടുങ്ങിയത് കണ്ട് എല്ലാവരും കണ്ണനെ അഭിനന്ദിച്ചു. നാട്ടുകാരവനെ ഉപദ്രവിച്ചില്ല കേട്ടോ. അവരാ കുറുക്കനെ ദൂരെ ഉൾക്കാട്ടിൽ കൊണ്ടുപോയി തുറന്നുവിട്ടു. പിന്നെ അവൻ ആ ഗ്രാമത്തിന്റെ വഴിക്ക് വന്നിട്ടേയില്ല. അപ്പോൾ കൂട്ടുകാരെ, എത്ര കൗശലക്കാരനായാലും അധർമ്മം ചെയ്താൽ എന്നെങ്കിലും പിടിക്കപ്പെടും. അതുപോലെ ബുദ്ധി ഉപയോഗിച്ചാൽ ഏതു വലിയ പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. ഇന്നത്തെ കഥ ഇഷ്ടമായോ? മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ.